ഹലോ, നമസ്കാരം. ഇന്നത്തെ ദിവസം എക്സ്പയറി ആയിരുന്നു. എക്സ്പയറി ദിവസം സാധാരണഗതിയിൽ കോളിലും പുട്ടിലും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റികളൊക്കെ തരാറുണ്ട്. മൊമെൻ്റം തരാറുള്ളതാണ്. പക്ഷേ ഇന്ന് കാര്യമായിട്ടുള്ള മൊമെൻ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചാർട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. സാധാരണ ഞാൻ പറയാറുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് കോളിൽ എന്താണ് ബയേഴ്സ് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ബയേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത് കോൾ സൈഡിലാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 5, 6 തീയതികളിൽ പുട്ടിൽ ഈ വരച്ചിരിക്കുന്ന ലെവൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പുട്ടിൽ എന്താണ് ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ടിരുന്ന ചാർട്ട് 5, 6 തീയതികളിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പായി. ആ ജസ്റ്റ് ലെവൽ എന്താണ് ക്ലോസിംഗ് ടൈമിൽ താഴോട്ടൊന്ന് ബ്രേക്ക് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം 5, 6 തീയതികളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് 5, 6 തീയതികളിൽ ഇവിടെ ഡബിൾ ടോപ്പ് വെച്ച് സെല്ലേഴ്സ് ചെറിയ രീതിയിൽ ആക്റ്റീവ് ആയതിൻ്റെ ലക്ഷണമാണ് ഈ ഡബിൾ ടോപ്പ് വെക്കുന്നത്. അപ്പോൾ ആ ആക്റ്റീവായ സെല്ലേഴ്സ് സ്ട്രോങ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയത് 11-ാം തീയതി ഈ ഒരു റെഡ് ലൈൻ താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ റെഡ് ലൈൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റിൻ്റെ ഒരു ഹയർ ലോ ആയിരുന്നു ഈ ഒരു റെഡ് ലൈൻ. അതായത് 4-ാം തീയതിയിലത്തെ പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്നത്. ആ ഒരു പ്രീവിയസ് ഡേ ലോ അഥവാ എന്താണ് അപ് ട്രെൻഡ് വെക്കാൻ കാരണമായ ഒരു ഹയർ ലോ അത് താഴോട്ട് ബ്രേക്ക് ചെയ്തു. അതിനർത്ഥം അപ് ട്രെൻഡിന്റെ ക്യാരക്ടർ ചേഞ്ച് അവിടെ സംഭവിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന സെല്ലേഴ്സ് എന്താണ് അഗ്രസീവായിട്ട് സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെ? അങ്ങനെയായിരുന്നാൽ കൂടിയും സെല്ലേഴ്സ് ഇവിടെ സ്ട്രോങ് ആയി. പക്ഷേ എന്നിരുന്നാലും ഈ ലെവലുകളൊക്കെ എന്താണ് വാലിഡ് ആയിട്ടുള്ള റേഞ്ചുകളാണ്. ഈ ലെവല് അതേപോലെ തന്നെ ഈ ഒരു ലെവല്. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡ് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് വെച്ചതിന് ശേഷം പ്രൈസിനെ മുകളിലോട്ട് കടത്തിവിട്ടു. അപ്പോൾ ആ ഒരു റേഞ്ച് എന്താണ്, കൺസോൾട്ടേറ്റ് ചെയ്ത ആ ഒരു റേഞ്ച് എന്താണ്, അപ് ട്രെൻഡ് വെച്ചതിൻ്റെ ഒരു ഹയർ ലോ റീജിയൻ ആയിട്ടുള്ള ഒരു റേഞ്ചാണ്. അതേപോലെ തന്നെ അവിടെ പ്രൈസിനെ നിർത്തി മുകളിലോട്ട് വിടാൻ കാരണമായ ഒരു റേഞ്ചാണ്. പ്രൈസ് കുറേ നേരം അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കൺസോൾട്ടേഷൻ? അതായത് പ്രൈസിനെ അവിടെ നിർത്തി കുറേ നേരം എന്താണ് ട്രേഡിംഗ് അവിടെ നടന്നിട്ടുണ്ട്, അല്ലെ? അതേപോലെ തന്നെ ഈ ഏരിയയിൽ എന്താണ് ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഏരിയകളിൽ വരുമ്പോൾ പ്രൈസ് ഒരു ബൗൺസ് ബാക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മുടെ റിസ്കിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഞാൻ ട്രേഡുകൾ എടുക്കാറുണ്ട്. പക്ഷേ ആ ഒരു ലെവലിൽ എന്താണ് ഇന്നത്തെ ദിവസം കാര്യമായിട്ട് പ്രോഫിറ്റ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. സാധാരണഗതിയിൽ ഈ ഒരു ലെവലിൽ എന്താണ് ഒരു മിനിമം 20 പോയിന്റ്സ് ടാർഗറ്റ് തരാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ എന്താണ് ഇന്ന് നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചത്, അല്ലെ? എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് മാത്രമാണ് കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ലോസും സംഭവിക്കാം. ഒരു ട്രേഡിംഗ് സെറ്റപ്പിനും 100% അക്യുറസി ഇല്ല. പക്ഷെ ഒരു 80% മുകളിൽ അക്യുറസി ഉള്ള ട്രേഡിംഗ് സെറ്റപ്പ് മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു സെറ്റപ്പ് അനുസരിച്ച് എനിക്ക് ഇവിടെ എന്താണ് ഇന്നത്തെ ദിവസം ലോസ് ആണ് ബുക്ക് ചെയ്യേണ്ടി വന്നത്. പക്ഷേ താഴത്തെ ഒരു വാല്യൂ റേഞ്ചിൽ എന്താണ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഒരു റേഞ്ചിൽ എങ്ങനെയായിരുന്നു ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നതെന്ന് ഞാൻ അതുകൂടി പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു വാലിഡ് റേഞ്ച് അതേപോലെ തന്നെ ഈ റേഞ്ചുകളൊക്കെ എന്താണ് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള റേഞ്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസൾട്ടേഷൻ റേഞ്ചിന് താഴെ ഒരു 60-61 ലെസൽ കീപ്പ് ചെയ്ത് ഈ ഒരു റേഞ്ചിനുള്ളിൽ എൻട്രി വരുന്ന രീതിയിൽ ഒരു 70-71 എൻട്രി വരുന്ന രീതിയിൽ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്താണ് ഒരു 20 പോയിന്റ്സിന് അപ്പോൾ ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലേ? 70 മുകളിൽ ഓൾറെഡി എന്താണ് ഒരു 20 പോയിന്റ്സ് അടുപ്പിച്ച് പ്രോഫിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇനി അതേപോലെ തന്നെ പുട്ടിലും ഇന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. പുട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും 5-6 തീയതികളിൽ എന്താണ് ഒരു പ്രൈസിനെ അവിടെ നിർത്തിയിട്ട് താഴോട്ടൊന്ന് ബ്രേക്ക്ഔട്ട് നടത്തി അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചുവെങ്കിലും ആ ഒരു ഡൗൺ ട്രെൻഡിന് ക്യാരക്ടർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നിങ്ങളൊരു ജസ്റ്റ് ഈ ഡൗൺ ട്രെൻഡ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതേപോലെ ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ഒക്കെ വരച്ചു കഴിഞ്ഞാലും മനസ്സിലാവും. ഇതേപോലെ എന്താണ് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഡൗൺ ട്രെൻഡിന് ഇവിടെ എന്താണ് 7-ാം തീയതി ഉള്ള ബൈങ്ങിനും മുകളിലോട്ട് കാര്യമായിട്ട് ബ്രേക്ക്ഔട്ട് ഒന്നും നടത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്താണ് ഈ 6-ാം തീയതിയുള്ള പ്രീവിയസ് ഡേ ഹൈ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് നടത്തി അത്യാവശ്യം ബയേഴ്സ് സ്ട്രോങ് ആയി വരുന്നു എന്ന് നമ്മളെ കാണിച്ചു. പക്ഷേ അതിനുശേഷം എന്താണ് വീണ്ടും ആ ഒരു ലെവലിൽ PDH ബ്രേക്ക് ചെയ്യാൻ കാരണമായ ലെവലിൽ എന്താണ് വന്ന് അത്യാവശ്യം ബൗൺസ് ബാക്ക്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ
ആ ഒരു പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ കാരണമായ റേഞ്ചിലേണ്ടതാണ് ഇവിടെ എന്താണ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കൊടുത്തു. അതിനുശേഷം ആ റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് 10-ാം തീയതി അല്ലേ. അതിനുശേഷം വീണ്ടും ഇന്നത്തെ എന്താ സംഭവിച്ചത്? 11-ാം തീയതി ഇന്നത്തെ ദിവസം എക്സ്പയറി ചെയ്ത ദിവസം എന്താണ് ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എന്താണ് മുകളിലോട്ട് എന്താണ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേഞ്ച് നമുക്ക് വാലിഡ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ PDH പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് പുതിയ ഹൈ മുകളിലോട്ട് വെച്ചു. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്താണ് വീണ്ടും എൻട്രി ഇവിടെ വാലിഡായി. ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലേക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് എന്താണ് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ എന്താണ് പ്രൈസ് ആക്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിലേക്ക് ഇവിടെ പ്രൈസ് ഇറങ്ങി വന്നു. അവിടെ നിന്ന് അത്യാവശ്യം പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.